ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ BJR. മക്കൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പരീക്ഷ ഇങ്ങോട്ട് അടുക്കാറായിട്ടുണ്ടല്ലേ? പരീക്ഷയ്ക്ക് നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടല്ലോ എല്ലാവരും. നമുക്ക് നമ്മുടെ പരീക്ഷയിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു സാധനമുണ്ട്. ആ സാധനത്തിൽ നിന്ന് ഉറപ്പായിട്ടും ഉറപ്പായിട്ട് ചോദിക്കാന്നല്ല, ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കും 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്തത്. അത് 5 മാർക്കോളം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് ആ ഒരു പോർഷൻ എന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ ക്ലാസ് കാണുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ഞങ്ങളെല്ലാം കാണുന്നുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്കുകളും നിങ്ങളുടെ ലൈക്കുകളുമാണ് നമ്മളെ വീണ്ടും ക്ലാസ്സുകൾ ഇടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ക്ലാസ്സുകൾ ഇടാൻ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഫീഡ്ബാക്കുകൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും ക്ലാസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഏതാണ് ഒരു ക്വസ്റ്റ്യൻ, ഏതാണ് പോർഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എന്താണ് ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ, കോൺസെപ്റ്റ് പറഞ്ഞാൽ, കഴിഞ്ഞ കൊല്ലം 9ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു ചാപ്റ്ററാണ് ഡെസിമൽ ഫോംസ്, ദശാംശ രൂപങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, പ്രത്യേകം തന്നെ സർക്കുലർ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പഠിക്കാമല്ലോ. നമുക്ക് ആദ്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഡിനോമിനേറ്ററിൽ 9 വരുന്ന ചില നമ്പേഴ്സ്, ഫ്രാക്ഷൻസ് അല്ലേ. ഡിനോമിനേറ്റർ 9 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? എക്സാമ്പിളായിട്ട് 1/9. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഛേദത്ത് 9 അല്ലേ. 9 താഴെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, മുകളിലുള്ള നമ്പർ പോയിന്റിന് ശേഷം റിപ്പീറ്റ് ആയിട്ട് അടിക്കും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. നോക്ക്, താഴെ നിങ്ങൾ ഏതാ നമ്പർ കാണുന്നത്? സ്പോട്ടിൽ താഴേക്ക് നോക്കാം. ദേ താഴെ നോക്കി 9 ആണ്. ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തോളാം, പോയിന്റിന് ശേഷം പോയിന്റ് ഇട്ടതിന് ശേഷം ഈ 1 ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, അടിക്കും. അപ്പം ഇപ്പുറത്തൊരു 0 കൂടാം. 0 മുകളിലുള്ള നമ്പർ 1. ഇതാണ് സംഭവം. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം അല്ലേ. 2/9. അപ്പോൾ 2/9ന്റെ ഡെസിമൽ ഫോം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളാ. മക്കളെ മനസ്സിലാക്കി വെച്ചോ, 9നുള്ള ഒരു ക്യാരക്ടറാണത്. അപ്പോൾ 9ന്റെ ക്യാരക്ടർ ഉറപ്പായിട്ട് പഠിച്ചോ. പോയിന്റിന് ശേഷം മുകളിലുള്ള നമ്പർ റിപ്പീറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ചില എക്സെപ്ഷൻ കേസൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. നമ്മൾ എന്താ ചെയ്യുന്നത്, താഴെ 9 ആണോ എന്ന് ഉറപ്പ് വരുത്തി മുകളിലുള്ള നമ്പർ ഇവിടെ 2 ആണ്, അത് പോയിന്റിന് ശേഷം 2 എക്സെട്ര. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ ഇവിടെ നോക്കും. അങ്ങനെ 3/9. അപ്പോൾ എങ്ങനെ വരിക, പറ മുകളിലുള്ള നമ്പർ റിപ്പീറ്റ് അടിക്കും അല്ലേ. പോയിന്റിന് ശേഷമാണ് 3 ഇങ്ങനെ പോകും. റെഡിയാണോ? ഇങ്ങനെ പോയി കുറേ അങ്ങോട്ട് കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ അങ്ങോട്ട് കഴിയുന്ന സമയത്ത് നമുക്ക് അടുത്തൊരു ഇതിലേക്ക് വരാം. ഇപ്പോൾ അടുത്ത എനിക്കറിയാം 4/9 0.444, 5/9 0.555, അങ്ങനെ 6/9 0.6, അങ്ങനെ പോയി എനിക്കറിയാം 9/9 എത്രയാണെന്ന് നിങ്ങൾക്കറിയാം, 1 ആണ്. ഇതിപ്പം നിങ്ങൾ പോയിന്റ് എടുക്കണ്ട, 9/9 നിങ്ങൾക്കറിയാം 1 ആണെന്നുള്ളത് അല്ലേ. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 10/9 എന്തായിരിക്കും? ഇതും കൂടെ നിങ്ങൾ പഠിച്ചോക്കണം മക്കളെ. 10/9 എന്താ? 10/9 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമുണ്ട്. ഇവിടെ ഒരു സാധനം കേട്ടോ, 9/9 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. പക്ഷെ ഇവിടെ എന്താ, 10 ആണ്. അപ്പോൾ താഴെ 9 കണ്ടു, അപ്പോൾ റിപ്പീറ്റ് അടിക്കും എന്ന് മനസ്സിലായില്ലേ, അതായത് ആവർത്തിക്കും എന്ന് മനസ്സിലായി. അപ്പോൾ ഏത് നമ്പറാണ് ആവർത്തിക്കുക എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. 9നേക്കാൾ വലിയ നമ്പറാണ് ഇവിടെ വന്നത്. അതായത് 9നേക്കാൾ വലുത് പറഞ്ഞാൽ 9/9 കഴിഞ്ഞ് വരുന്ന നമ്പറല്ലേ ഇവിടെ വരുന്നത്, അതായത് 10. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 9/9 9/9 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ആ 1 ആണ് നിങ്ങൾ ആദ്യം എഴുതേണ്ടത്. ശേഷം റിപ്പീറ്റ് അടിക്കുന്ന നമ്പർ ഏതാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ഈ 9/9 എന്ന് പറഞ്ഞാൽ 1, ആ 1 ആണ് ഇവിടെ. ഓക്കെ, പക്ഷേ ഇവിടെ 9/9 അല്ല, 10/9 ആണ്. അതായത് 9/9ലെ ആ മുകളിലുള്ള 9നോട് 1 കൂട്ടാം. ആ 1 കൂടുന്ന നമ്പർ, ആ കൂടുന്ന നമ്പർ ആയിരിക്കണം റിപ്പീറ്റ് അടിക്കേണ്ടത്. അപ്പോൾ കൂടുന്ന നമ്പർ ആയിരിക്കണം റിപ്പീറ്റ് അടിക്കേണ്ടത്. ഐഡിയ കത്തിയോ? ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ തരാൻ എനിക്ക് വേറെ ലെവലാവും. നോക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് 13/9 എങ്ങനെ ചെയ്യാം? നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 13/9 എന്ന് പറഞ്ഞാൽ 9/9 ഓൾറെഡി ഇവിടെ 1 ആണ്, പക്ഷേ ഇവിടെ 13 ആണ്, 13 ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ 1 എഴുതിയതിന് ശേഷം 9നോട് 9/9 ആണെങ്കിലാണ് 1, പക്ഷെ ഇവിടെ 13 ആണ് വന്നത്. 13 വരിക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ആ 9ഉം ആ 13 തമ്മിൽ വ്യത്യാസം എത്രയാണ്? 4 വ്യത്യാസം. ആ 4 ആണ് എന്ത് ചെയ്യേണ്ടത്, റിപ്പീറ്റായിട്ട് അടിക്കേണ്ടത്. റെഡിയാണോ? നമുക്കിനി എങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ നോക്കാം. പഠിച്ചോ. ആദ്യം ഇത് രണ്ടും കൂട്ടാനാണ്. 0.333 പ്ലസ് 0.77. വേഗം ചെയ്യാം. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ദശാംശ സംഖ്യ ഡെസിമലിന് പകരം നമ്മൾ എഴുതാൻ പോകുന്നത് ഫ്രാക്ഷനാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 0.333 ഏതാ ആവർത്തിക്കുന്നത്? 333 ആവർത്തിക്കണമെങ്കിൽ, റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്ററിൽ ആര് വരണം? 9 വന്നു. ഏതാ റിപ്പീറ്റ് ചെയ്യുന്നത്? 3 റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം മോൾ ആര് വരണം? 3/9. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, 0.333ൻ്റെ ഡെസിമൽ, ഈ ഡെസിമലിൻ്റെ ഫ്രാക്ഷനാണ് 3/9. റെഡിയാണോ? ഇവിടെ പ്ലസ് ആണ്, അപ്പോൾ പ്ലസ് നിങ്ങൾ പ്ലസ്. അതുപോലെ 0.777 എങ്ങനെ ചെയ്താൽ? നിങ്ങൾ ഇതാരും ചെയ്താൽ മതി. നോക്ക്, 777 എന്ന് പറഞ്ഞാൽ എന്താ? താഴെ 9 വരണം, എന്നാലേ റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം 9 വന്നു. റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ഇതാ, ആവർത്തിക്കുന്ന നമ്പർ 7 അല്ലേ? ആ 7 മുകളിൽ ഇതാ, 7 സീക്വൽ ടു. സിമ്പിളാ. ദാ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ 9 ആണെങ്കിൽ അത് 9 അതേപോലെ എഴുതാം. റെഡിയാണല്ലോ? ദാ 9 സെയിം എഴുതാം. പ്ലസ് എങ്ങനെ ചെയ്യാം? 3 + 7. 3 + 7 എത്രയാടാ? 10. 10/9ൻ്റെ ഫ്രാക്ഷൻ, ഈ ഫ്രാക്ഷൻ 10/9ൻ്റെ ഫ്രാക്ഷൻ ഡെസിമലിലേക്ക് എങ്ങനെ മാറ്റാം? മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 9/9 തന്നെ 1 ആണ്. ആ 1 ആദ്യം എഴുതിയതിന് ശേഷം ആ 9നോട് ഒരൊന്ന് കൂടി അല്ലേ? 9/9ലെ ഒരൊന്ന് കൂടി, ഒന്ന് കൂടുമ്പോഴാണ് ഇവിടെ 10 വരുന്നത്. അപ്പോൾ ആ കൂടുന്ന നമ്പർ അല്ലെങ്കിൽ ഇത് തമ്മിൽ വ്യത്യാസം, അതാണ് കൂടുന്ന നമ്പറാണ് എന്ത് വരുന്നത്? റിപ്പീറ്റ് അടിക്കേണ്ടത്. ഓക്കെ, അത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ ദാ ഇവിടെ പറഞ്ഞ് നിർത്തിയിട്ടേ ഉള്ളൂ. എവിടെ? ദാ ഇവിടെ. റെഡിയാണോ? റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഒരു ചോദ്യം നിങ്ങൾ വേഗം ചെയ്യണം. വേഗം ചെയ്തേ. ഇതാ റിപ്പീറ്റ് അടിക്കുന്നുണ്ട് 333. അടിക്കണമെങ്കിൽ ഡിനോമിനേറ്ററിൽ 9 വരണം, വന്നു. റിപ്പീറ്റ് അടിക്കുന്ന നമ്പർ, ആവർത്തിക്കുന്ന നമ്പർ 3. കണ്ടോ? 333 ആയതുകൊണ്ട് 3 റിപ്പീറ്റ് അടിക്കണമെങ്കിൽ 9. സെറ്റാണല്ലോ? ഇവിടുത്തെ ചിഹ്നമാണ് ഇമ്പോർട്ടൻറ്റ്. ഇൻറ്റു കേൾക്കണേ. ഇതാ റിപ്പീറ്റ് അടിക്കുന്നുണ്ട് 6, അപ്പോൾ ഉടനെ 9 ഇരിക്കോളാം. റെഡിയാണല്ലോ? ഓക്കെ, റിപ്പീറ്റ് അടിക്കുന്ന നമ്പർ 6, അത് അടിക്കുന്നവനാണ് മുകളിൽ എഴുതേണ്ടത്, ആവർത്തിക്കുന്നവൻ. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ ചിഹ്നമാണ് മെയിൻ ട്വിസ്റ്റ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ പ്ലസ് ആയപ്പം സെയിം ഡിനോമിനേറ്റർ അങ്ങനെ എഴുതിയാൽ മതി. പ്ലസ്സും മൈനസും ആണെങ്കിൽ സെയിം ഡിനോമിനേറ്റർ എഴുതാം. പക്ഷെ ഇൻറ്റു ആണ് മക്കളെ, ഇവിടെ ഗുണിക്കണമാണ്. ഗുണിക്കണം ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നേരായിട്ട് ഗുണിച്ചോളാം. നമുക്ക് ഗുണിച്ച് നോക്കാം അല്ലേ? 3 × 6. 3 6 എത്രയാ? 18 18/9 × 9 81. അതാ ഒന്ന് ആലോചിച്ച് നോക്ക്. ഗുണിക്കുന്ന സമയത്ത് 3 × 6 18 നേരെ ഗുണിക്കൽ കേട്ടോ. പ്ലസ് ആകുമ്പോൾ താഴത്തുള്ള സെയിം ആണെങ്കിൽ എഴുതിയിട്ട് കൂട്ടിയാൽ മതി. ഇനി പക്ഷെ ഗുണിക്കുമ്പോൾ നേരെ ഗുണിച്ചു 81. പക്ഷേ ഇതിനെ ദശാംശത്തിലേക്ക് മാറ്റണ്ടേ? ഡെസിമലിലേക്ക് മാറ്റണ്ടേ? ഇത് ഫ്രാക്ഷൻ അല്ലേ? ഭിന്നസംഖ്യ അല്ലേ? ദശാംശത്തിലേക്ക് എങ്ങനെ മാറ്റുക? മക്കൾ മനസ്സിലാക്കി വെച്ചോ, ഇത് രണ്ടും 9ൻ്റെ ഗുണിതങ്ങളാണ്. നമുക്ക് താഴെ 9 വന്നാലേ എന്തെങ്കിലും നടക്കുകയുള്ളൂ. താഴെ 9, ഡിനോമിനേറ്ററിൽ 9 വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? റിപ്പീറ്റ് അടിക്കാൻ പറ്റും. ഇവിടെ 9, ഇവിടെ 81. അപ്പോൾ 9 ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആ 9 കൊണ്ട് വെട്ടിക്കോ. 18ൽ 9 എത്ര തവണ ഉണ്ട്? 18ൽ 9 2 അപ്പോൾ 18 മാറി 9 ആയി. അതേ 9 81ൽ എത്ര തവണ ഉണ്ട്? 9 അപ്പോൾ 81 മാറി 9 ആയി. 81ൽ നോക്ക്, ശ്രദ്ധിക്ക്, 18ൽ 9 2 അതേ 9 81ൽ 9. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക? 2/9. ദാ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ആയി. താഴെ 9, ഡിനോമിനേറ്ററിൽ 9, അപ്പോൾ മുകളിലുള്ള നമ്പർ റിപ്പീറ്റ് അടിക്കും. ദാ കണ്ടോ? 0. മുകളിലാരാ? 2 2 2 2 2 എക്സെട്ര. അതേ നമ്മുടെ തരം ഒരേ പൊളി എന്ന് പറഞ്ഞ കമൻറ്റ് ചെയ്തേക്ക്. ഇതാ കണ്ടു. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ചെയ്യാൻ അറിയാലോ? ഇതാ കണ്ട, വേഗം ചെയ്തുതരാം. 0.333 ആണ്. ഫ്രാക്ഷനിലോട്ട് മാറ്റണം, അതായത് ഭിന്നസംഖ്യയിലോട്ട്. ആവർത്തിക്കുന്നുണ്ട്, ആവർത്തിക്കണമെങ്കിൽ 9 താഴെ ഇടണം. ആവർത്തിക്കുന്ന നമ്പർ 3 മുകളിൽ എഴുതാം. ഇവിടെ സ്ക്വയർ ആണ്, അപ്പോൾ ഹോൾ സ്ക്വയർ എഴുതാം. സിക്കൽ ടു. മക്കൾ മനസ്സിലാക്കി വെച്ചോ, ഈ 3നും ഈ സ്ക്വയർ കൊടുക്കണം, ഈ 9നും എന്ത് ചെയ്യണം? ഈ സ്ക്വയർ കൊടുക്കണം. അപ്പോൾ ആദ്യം 3ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ അടുത്തത് 9ൻ്റെ സ്ക്വയർ. മക്കൾ മനസ്സിലാക്കിക്കോ. ദാ 3ൻ്റെ സ്ക്വയർ കണ്ടോ? 3 ഇട്ടു. അതുപോലെ 9ൻ്റെ സ്ക്വയർ 9 ഇട്ടു. 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 എത്രയാടാ? 9 ഡിവൈഡഡ് ബൈ 9ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ആണ്. 9 × 9 9 × 9 കേട്ടോ. ഓക്കെ, 81. അതാ പിന്നെയും പെട്ട്. നേരത്തെ മാതിരി നമുക്ക് റിപ്പീറ്റ് അടിക്കണമെങ്കിൽ താഴെ 81 അല്ല വരേണ്ടിയിരുന്നത്. ഏതാ വരിക? പറ. 9 വരണം. പക്ഷെ 81 വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? വെട്ടിച്ചെറുതാക്ക്. ഇതാ വെട്ടിച്ചെറുതാക്ക്. 9ൽ 9 ഒരു തവണ, 81ൽ 9 9 തവണ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇതെങ്ങനെ മാറാം? 1/9. അതായത് 1/9 ആയിട്ട്.
നിങ്ങൾക്കറിയാലോ 1/9 എങ്ങനെയാ ഡെസിമലിലേക്ക് മാറ്റുക? ദാ 9 താഴെ വന്നു, 9 വന്നു എന്ന് അങ്ങോട്ട് ഉറപ്പ് വരുത്തിയ മുകളിലുള്ളത് എന്ത് ചെയ്താൽ മതി? പോയിന്റിന് ശേഷം മുകളിൽ ഒന്നല്ലേ റിപ്പീറ്റ് അടിക്കും. ദേ നമ്മുടെ ഒരേ പൊളി സെറ്റടാ. അങ്ങനെയാണെങ്കിൽ ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ വേഗം ചെയ്യാലോ നമുക്ക്. വേഗം നോക്ക്. അപ്പോൾ പോയിന്റിന് ശേഷം 4 റിപ്പീറ്റ് അടിക്കുന്നത്. അപ്പം 4 റിപ്പീറ്റ് അടിക്കുന്ന നമ്പർ മുകളിൽ എഴുതി. റിപ്പീറ്റ് അടിക്കണമെങ്കിൽ ആര് വേണം? 9. പക്ഷെ ഇവിടെ റൂട്ടാണ്. റൂട്ട് ഓഫ്. ഈ റൂട്ടിന് പ്രത്യേകം എന്താ പറയുക? ഈ 4നും റൂട്ട് കൊടുക്കണം, 9നും റൂട്ട് കൊടുക്കണം. ഒരാൾക്ക് മാത്രം കൊടുത്താൽ അവര് കച്ചറ ഉണ്ടാക്കൂലേ? അതുകൊണ്ട് 2ആൾക്കും കൊടുക്ക്. അപ്പൊ റൂട്ട് 4/√9. റൂട്ട് 4 എത്രയാണ്? 2 ആണ്. ബൈ റൂട്ട് 9 എത്രയാണ്? 3 ആണ്. അതാ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നേരത്തെ 81 ആകുമ്പോൾ നമുക്ക് നേരെ കട്ട് ചെയ്ത് ചെറുതാക്കായിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 3 ആണ്. 3 വന്നു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, നമുക്ക് റിപ്പീറ്റ് അടിക്കാൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ റിപ്പീറ്റ് അടിക്കാൻ ഒരു പരിപാടി ഉണ്ട്. 9 വരണം, 9 വരണം അല്ലേ? അപ്പോൾ 3ന് 9 ആക്കാൻ പറ്റുമോ നോക്കാം. പറ്റും. കൂട്ടിയിട്ടല്ല, ഗുണിച്ചിട്ടാക്കണം. അപ്പോൾ ഇൻറ്റു 3 വെഡിങ് ചെയ്യുന്നു, അതേ ഇൻറ്റു 3 വെഡിങ് ചെയ്യുന്നു. യെസ്, സംഭവം മനസ്സിലാക്കി വെച്ചോ. എന്താ ചെയ്യേണ്ടത്? ഇതാ കണ്ട, ഇവിടെ 3 വന്നത്. 9 വന്നാലേ നമുക്ക് എന്തെങ്കിലും നടക്കത്തുള്ളൂ അല്ലേ? അതുകൊണ്ട് 3ന് 9 ആക്കാൻ വേണ്ടിയിട്ട് ഒരു 3 കൊണ്ട് വെഡിങ് ഗുണിച്ചു, അതേ 3 കൊണ്ട് വെഡിങ് ഗുണിച്ചു. 2 3 എത്രയാടാ? പറയ്. 6 ബൈ 3 എത്രയാ? 3 9. ഇപ്പം നമ്മൾ പഠിച്ച പോലെയായി. ഡിനോമിനേറ്റർ 9 വന്നില്ലേ? ഡിനോമിനേറ്റർ 9 വന്നാൽ നേരത്തെ മാതിരി ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? മുകളിലുള്ള നമ്പർ 6 എന്ത് ചെയ്യുക? പോയിന്റിന് ശേഷം റിപ്പീറ്റ് അടിക്കുന്നത്. അപ്പോൾ ആൻസർ എത്രയാ? 0.666. റെഡിയാണോ? ഉറപ്പാണോ? റെഡിയാണോ എന്നുള്ളത്? അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. ഉറപ്പായിട്ട് ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ എൻ്റെ പൊന്നുമക്കൾ, വെറും ഫീഡ്ബാക്കുകളല്ല, ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വർക്കാണ്. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് സെക്ഷനിൽ എത്രയാണ് ഇതിൻ്റെ ഉത്തരം എന്നുള്ളത് എന്ത് ചെയ്തുള്ള കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. മാത്രമല്ല നമ്മുടെ പരീക്ഷ എടുക്കാറായി. പരീക്ഷയ്ക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? പരീക്ഷയ്ക്ക് കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പരീക്ഷകൾ എന്നൊക്കെ എന്ത് ചെയ്തോളാം, ഈ ഒരു ഇൻസ്റ്റഗ്രാം ID-യിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പറയാം, സാറേ പരീക്ഷ നല്ല എളുപ്പമായിരുന്നു, പരീക്ഷയിൽ നമ്മൾ പഠിപ്പിച്ചെല്ലാം വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റഗ്രാം ID-യിലൂടെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ പറയാൻ മറക്കരുത്. നിങ്ങളെ ഫീഡ്ബാക്കുകളും നിങ്ങളെ കമൻസുകളും കണ്ടിട്ടാണ് നമ്മൾ അടുത്തടുത്ത വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും പറയാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ കമൻറ്റ് സെക്ഷനിൽ അടിയിലും ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിൽ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അതും പറയാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. കണ്ടോ, നമുക്ക് ഈ ഒരു ചോദ്യം, ഏത് ചോദ്യം? ഈ ഒരു ചോദ്യത്തിൻ്റെ കമൻസ് അതോടൊപ്പം തന്നെ ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങളും പറയാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ VCR സൈനിങ് ഓഫ്. താങ്ക് യു.